ഗുരു ഓം. നടരാജഗുരുവിൻ്റെ ആത്മകഥാ കഥനമായ ഓട്ടോബയോഗ്രഫി ഓഫ് എൻ എബ്സല്യൂട്ടിസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം തർജിമ. അധ്യായം 9, യജ്ഞവേദിയിലേക്ക്, ഭാഗം 1. ഏതൊരാൾക്കും ജന്മനാ തന്നെ അയാളുടെ ജീവിതത്തിൽ പതിപ്പിച്ചിട്ടുള്ള സ്വാഭാവികമായൊരു ഗുണമാണ് നിരപേക്ഷത, സ്വയം സമ്പൂർണത. ബാഹ്യമായ ചുറ്റുപാടുകളിലെ ശക്തി നിമിത്തമെന്നവണ്ണം ജീവിതഗതി വ്യക്തമായി തീരുമ്പോൾ ക്ഷണഭംഗുരമായ പ്രതിഭാസങ്ങളുടെയും യാദൃശ്ചികമായി വന്നെത്തുന്ന സംഭവങ്ങളുടെയും മൂടുപടത്തിനടിയിൽ ഈ ഗുണം അചഞ്ചലമായി സ്ഥാനമുറപ്പിച്ചിരുന്നതായി അന്തർനേത്രത്തിന് കാണാൻ കഴിയും. ആത്മാവെന്ന് പറയുന്ന കടലാസിൽ ജീവിതം വരച്ച് കാണിക്കുന്ന താരയിലൂടെ ചെറുതും വലുതുമായ പല സമരങ്ങളിലും വിജയം വരിച്ച് പടിപടിയായാണ് അത് മുന്നേറുന്നത്. നിരപേക്ഷത അതിൻ്റെ തന്നെ അലംഘനീയമായ നിയമപ്രകാരം നമ്മുടെ ഉള്ളിൽ സദാ വിജയം വരിക്കുന്നു. ചിലപ്പോൾ നാം അതിനെ യാദൃശ്ചികത എന്ന് വിളിക്കുന്നു, മറ്റു ചിലപ്പോൾ നിയതി എന്നും പറയുന്നു. ചിന്തയ്ക്ക് ഭാരം വർദ്ധിപ്പിക്കുന്ന ആത്മവിചാരത്തിലേക്ക് കടന്നു ചെല്ലാതെയുള്ള ലാഘവഭാവത്തിലാണെങ്കിൽ നാം അതിനെ ഭാഗ്യമെന്നോ ദൗർഭാഗ്യമെന്നോ വിളിക്കും. അതിന് കാരണം ദൈവത്തിൽ ആരോപിക്കുകയും ചെയ്യും. ഒരുവൻ എത്ര നിരീശ്വരവാദിയായാലും അവിശ്വാസിയായാലും അയാളുടെ ഉപബോധ മനസ്സിൽ ദൈവം എന്ന വിവക്ഷ ഒഴിയാതെ ഒളിഞ്ഞിരിക്കും. ഒരുവന് ഇഹലോകവാസം വെടിയാനുള്ള പൂർവ്വ സൂചനകൾ ലഭിക്കുമ്പോൾ പ്രാതിഭാസികവും പാരമാർത്ഥികവുമായ സത്തകളുടെ അന്യോന്യ പ്രവർത്തനം ഉൾക്കൊള്ളുന്ന സത്യത്തെപ്പറ്റി ഒരു വെളിവുണ്ടാകുന്നു. ഭീമാകാരമായ ഒരു മഞ്ഞുകട്ടി പർവ്വത ശിഖരത്തിൽ നിന്ന് മന്ദമായി ഇഴുകി താഴേക്ക് വരുന്ന തരത്തിലുള്ള ജീവിതഗതിയിൽ ചുറ്റും പറ്റിക്കൂടുന്ന പൊടിയും അഴുക്കുമെല്ലാം ഒഴിവാക്കി നോക്കി ജീവിതത്തെ അതായി തന്നെ കാണാൻ നമുക്ക് അപ്പോഴാണ് സാധിക്കുന്നത്. അപ്പോൾ മാത്രമാണ് നാം ആരാണെന്ന് സ്വയം മനസ്സിലാക്കുന്നത്. സർവതന്ത്ര സ്വതന്ത്രനായ ഒരാളെന്ന നിലയിൽ ആത്മകഥ തുടർന്നെഴുതാൻ എന്നോട് ആവശ്യപ്പെടുമ്പോൾ ഇത്തരം ചിന്തകളാണ് എൻ്റെ മനോമുകുരത്തിൽ അങ്കുരിക്കുന്നത്. ജീവിതമെന്ന സാഹസയാത്രയിലെ സഹതീർത്ഥാടകരായ നാമെല്ലാം മുന്നോട്ട് പോകുമ്പോൾ നിരപേക്ഷത എന്ന വാക്കിൻ്റെ പ്രസക്തമായ അർത്ഥം എന്താണെന്ന് ഇവിടെ ചിന്തിക്കാൻ ഒരുമ്പെടുന്നില്ല. എൻ്റെ ജീവിതത്തിലെ ഈ ഘട്ടത്തിൽ ഇത്തരം ചിന്തകൾക്ക് പ്രത്യേകം പ്രസക്തിയുണ്ട്. ടീച്ചേഴ്സ് കോളേജിലെ പഠനം കഴിഞ്ഞ് ഞാൻ സാഹസികമായ ജീവിത സമരത്തിലേക്ക് എറിയപ്പെടാൻ പോവുകയാണ്. അതിനെ തരണം ചെയ്യുന്നതിൽ ബന്ധുക്കളുടെ സഹായമോ ഇന്ത്യക്കകത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പിന്തുണയോ എനിക്കുണ്ടായിരുന്നില്ല. കാലദേശങ്ങളുടെ പരിമിതികളിലിരിക്കവേ ജീവിത പ്രവാഹത്തിനുള്ളിൽ എക്കാലവും അദൃശ്യമായി സ്ഥിതി ചെയ്യുന്ന താവോയുടെ, ഇത് നിയതിക്കുള്ള ചീനപ്പേരാണ്, മടിത്തട്ടിലേക്ക് സ്വയം ഉപേക്ഷിക്കപ്പെട്ടാൽ ആ നിയതിയുടെ നിശ്ചയം എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ താളുകളിൽ കൂടി കടന്നു പോകുന്ന അനുവാചകന് കൗതുകകരമായിരിക്കേണ്ടത്. അല്ലാതെ ഗ്രന്ഥകാരൻ ജീവിതത്തിൽ എന്തു സാധിച്ചു എന്നതിലല്ല. ദൃക്കായ ഞാൻ എന്നതിനെയും ദൃശ്യമായ അഖണ്ഡ ബ്രഹ്മാണ്ടത്തെയും സമന്വയിച്ച് അദ്വയമായി കാണുമ്പോഴുള്ള ആത്മാവിൻ്റെ മഹിമയാണ് സത്യത്തിലുള്ള മാഹാത്മ്യമെന്നിരിക്കെ ഒരുവൻ സ്വയം മാഹാത്മ്യം അവകാശപ്പെടുന്നത് വെറും അഭിനയമാണ്. മറ്റു തരത്തിൽ പറഞ്ഞാൽ ഹിറ്റ്ലറുടേതുപോലുള്ള സങ്കുചിതാർത്ഥത്തിലുള്ള നിരപേക്ഷതയല്ല ഈ താളുകളിൽ കൂടി വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നിരപേക്ഷത പരിപാലിച്ചത് എൻ്റെ സ്വന്തം രീതിയിലാണ്. ഞാൻ അവലംബിച്ച തികച്ചും നിഷ്പക്ഷമായ നിലപാട് ഗാന്ധിജി പറയുന്ന തരത്തിലുള്ള ഒരു സത്യാഗ്രഹം തന്നെയാണ്. സത്യത്തെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങളൊന്നും ഞാൻ നടത്തിയില്ലെന്ന വ്യത്യാസമേ ഉള്ളൂ. നിഷ്പക്ഷനായി തുറന്ന ഹൃദയത്തോടുകൂടി ഇരിക്കുകയും എൻ്റെ സത്യസന്ധമായ മനസാക്ഷിയോട് അനുകൂലിക്കുകയും ചെയ്തു എന്നതുകൊണ്ട് മാത്രം എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ഉപസംഹാരദശയിൽ എങ്ങനെ ഞാൻ കുറ്റവാളിയായി വിധിക്കപ്പെട്ടു എന്നും
എൻ്റെ നിയന്ത്രണത്തിന് അതീതമായ ചുറ്റുപാടുകളിൽ എൻ്റെ സ്വധർമ്മ നിർവഹണത്തിൽ എങ്ങനെ തെറ്റുകാരനാവുകയോ അഭിപ്രായ വ്യത്യാസമുള്ളവനാകുകയോ ചെയ്തു എന്നുമുള്ള കഥകളെല്ലാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞുവല്ലോ. ഗൃഹബന്ധം ബലഹീനമാകുന്നു എന്ന ഉപാധ്യായം. ജീവിച്ചിരിക്കുന്ന ഒരു ഗുരുവിനോട് എനിക്ക് പുലർത്താൻ സാധിച്ച സമ്പർക്കം വളരെ നേരിയതായിരുന്നെങ്കിലും കോളേജ് വിടുന്ന കാലത്തും അതിന് തൊട്ടു മുൻപും എല്ലാ സാപേക്ഷ ബന്ധങ്ങളെയും വിലയിപ്പിച്ച് കളയത്തക്കവണ്ണം എന്നിലത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. MA, LT എന്നീ ബിരുദങ്ങൾക്ക് വേണ്ടി പഠിച്ചു കൊണ്ടിരുന്നപ്പോഴുള്ള അവധിക്കാലങ്ങളിൽ ഞാൻ വീട്ടിൽ ചെന്ന് താമസിക്കാറുണ്ടായിരുന്നു എന്നത് വാസ്തവമാണെങ്കിലും കാലം കഴിയും തോറും മാനസികമായ ബന്ധങ്ങൾ കൂടുതൽ കൂടുതൽ നേർത്തു വരികയായിരുന്നു. തന്നെയുമല്ല, പള്ളിക്കൂടത്തിലും കോളേജിലും പഠിക്കുന്ന കാലത്ത് പോലും എന്നെപ്പറ്റി മാതാപിതാക്കൾ പറയാറുള്ളത് ഞാൻ വീട്ടിൽ ഒരു വിരുന്നുകാരനെ പോലെയാണ് പെരുമാറുന്നത് എന്നാണ്. മൂത്തതും ഇളയതുമായി ഓരോ സഹോദരനും സഹോദരിയും വീതമുള്ള ഞാൻ കുടുംബത്തോടൊപ്പം കർത്തവ്യത്തിൻ്റെ കാര്യത്തിലും വളരെ വിചിത്രമായ രീതിയിൽ മധ്യനിലയാണ് അവലംബിച്ചത്. മൂത്ത സഹോദരൻ ഗംഗാധരൻ ജീവിതകാലം മുഴുവൻ ഒരു ആസ്മ രോഗിയായിരുന്നു. അക്കാരണത്താൽ കുടുംബാംഗങ്ങളുടെ എല്ലാം അനുകമ്പയ്ക്ക് അദ്ദേഹം പാത്രമായി. 2 ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ അദ്ദേഹം ശ്വാസം മുട്ടായി കിടപ്പാകും. ചിലപ്പോൾ ഗുരുതരമായ അവസ്ഥ തന്നെ വന്നു ചേരും. ഇടയ്ക്കിടയ്ക്ക് ആരോഗ്യവാനായി മറ്റുള്ളവരുടെ ശുശ്രൂഷയിൽ നിന്നും മുക്തനാകും. എന്നാലും മൂത്ത മകനെന്ന നിലയിൽ തൻ്റെ വാക്ക് എല്ലാ കാര്യത്തിലും അവസാന വാക്കായി ഇരിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. രോഗഗ്രസ്തനായൊരു ചെല്ലക്കുട്ടി സാധാരണ ചെയ്യാറുള്ളതുപോലെ തനിക്കൊത്ത രീതിയിൽ ബാലിശമായ വിധത്തിലാണ് ആ അധികാരം അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്. ഒടുക്കം പ്രായപൂർത്തിയെത്തിയ പൂർണ്ണ മനുഷ്യനായിട്ടും കുടുംബം മുഴുവൻ ഒരു കുട്ടിയോടെന്ന പോലെയാണ് അദ്ദേഹത്തോട് പെരുമാറിയിരുന്നത്. അതിനെ അതിജീവിച്ച് വളർന്ന് മുന്നേറുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അമ്മയ്ക്ക് 3ാമത്തെ പ്രസവത്തിന് ശേഷം ഇടയ്ക്കും മുറയ്ക്കും മാനസിക രോഗം ഉണ്ടായിരുന്നതുകൊണ്ട് മൂത്ത സഹോദരനും സഹോദരിയും കൂടിയാണ് വീട്ടുകാര്യങ്ങൾ അന്വേഷിച്ചിരുന്നത്. ഏറ്റവും ഇളയ സഹോദരൻ ഹരിഹരൻ മറ്റെല്ലാവരെയും 10 വയസ്സിനെങ്കിലും ചെറുപ്പമായിരുന്നതിനാൽ സ്വാഭാവികമായി കുടുംബാംഗങ്ങളിൽ നിന്ന് അയാൾക്ക് കിട്ടേണ്ട പങ്കുവാത്സല്യം ലഭിച്ചു. മൂത്തവരെല്ലാം കോളേജിലായപ്പോൾ അദ്ദേഹം ഹൈസ്കൂളിൽ എത്തിയതേ ഉള്ളൂ. മൂത്തവർ നിരന്തരം നടത്തുന്ന അധികാരപ്രയോഗത്തിൻ്റെ ഭാരം അയാൾക്ക് താങ്ങേണ്ടി വന്നെങ്കിലും അവരിൽ നിന്ന് അയാൾക്ക് ലഭിച്ച വാത്സല്യത്തിലൂടെ അത് പരിഹരിക്കപ്പെട്ടിരുന്നു. ഇതിൻ്റെ എല്ലാം അനന്തരഫലം എന്തായിരുന്നെന്നോ? ഞാൻ ഏറിയ കൂറും ഒറ്റപ്പെട്ടു. ആ സ്വാതന്ത്ര്യം ഞാൻ ആസ്വദിക്കുകയും അതിൽ നിന്ന് ഒട്ടൊക്കെ മുതലെടുക്കുകയും ചെയ്തു എന്ന് തന്നെ പറയാം. എൻ്റെ ഭാവനകളുമായി ഞാൻ പഠനമുറിയിൽ തന്നെ കഴിഞ്ഞുകൂടി. എങ്ങനെയെല്ലാം സ്വയം വികാസം പ്രാപിക്കാമോ അതിനുള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എൻ്റെ ആന്തരിക ഘടകങ്ങളുടെ സഹായത്തോടെ ഞാൻ സമ്പാദിച്ചു. രോഷഭാവം എന്നെ ബാധിച്ചാൽ ഞാൻ പ്രായേണ ചെകുത്താൻ്റെ സന്തതിയായി മാറും. യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത സ്വഭാവം കുട്ടിക്കാലം മുതൽ എന്നെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞിരുന്നു. കാലമേറെ കഴിഞ്ഞ് ഇന്ന് ഞാൻ പിന്നോട്ട് നോക്കുമ്പോൾ ഒറ്റപ്പെട്ട സ്വതന്ത്രമായ ആ സ്ഥിതി ഒന്ന് രൂപാന്തരപ്പെടുത്തി എൻ്റെ ജീവിതത്തിലുടനീളം നിലനിർത്തിക്കൊണ്ടു പോകാൻ പ്രകൃതി തന്നെ ഏതോ ഉപജാപം നടത്തിയിട്ടുള്ളതായി തോന്നിപ്പോകുന്നു. ഞാൻ ഹൈസ്കൂൾ പഠിക്കുന്ന കാലത്തൊരിക്കൽ അമ്മ ഒരു കൂട്ടുകാരിയോട് എന്നെപ്പറ്റി പറയുന്നത് കേൾക്കാനിടയായി. മക്കളിൽ എന്നെപ്പറ്റി മാത്രമേ ഉത്കണ്ഠയുള്ളെന്ന്. അതിന് 1 ദശാബ്ദത്തിന് മുൻപ് അമ്മ പറയുമായിരുന്നു കൈക്കുഞ്ഞായിരുന്ന കാലത്ത് ഞാനായിരുന്നു ഏറ്റവും ശാന്തപ്രകൃതിക്കാരനെന്ന്. ഊട്ടിക്കിടത്തിയാൽ ഉടനെ ഉറങ്ങിക്കൊള്ളുമായിരുന്നത്രേ. പ്രാതലിന് പുട്ടും പഴവും എനിക്ക് കൊതിയായിരുന്നു എന്നൊരു പ്രഖ്യാതിയും കിട്ടിയിട്ടുണ്ട്. ഒരുവൻ്റെ വ്യക്തിത്വത്തെ സ്വസ്ഥാനത്തുറപ്പിക്കുന്ന കാര്യത്തിൽ വ്യക്തിപരമായ അഭിരുചികളെപ്പറ്റി അമ്മമാർ തരുന്ന ഇത്തരം സർട്ടിഫിക്കറ്റുകൾ വളരെ വിലയുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് നല്ലവനായിരുന്നെങ്കിൽ
ബന്ധപ്പെട്ട മറ്റു സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അത് നിങ്ങളുടെ സർവതന്ത്ര സ്വതന്ത്ര ഭാവത്തെ അനുകൂലമായോ പ്രതികൂലമായോ ബാധിച്ചേക്കാം. ഞാൻ എൻ്റെ മാതാപിതാക്കളോട് നല്ലവനായിട്ടാണ് ഇരുന്നിട്ടുള്ളതെന്ന് ആത്മാഭിമാനത്തോടു കൂടി പറയാനാവില്ല. അവരോട് കൽപ്പിച്ചുകൂട്ടി ചീത്തയായി പെരുമാറിയിട്ടുണ്ടെന്നും പറഞ്ഞുകൂടാ. നിഷ്പക്ഷത അതായിരുന്നു എൻ്റെ ആദർശം. എന്നാൽ എനിക്ക് സദുദ്ദേശങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിലും മാതാപിതാക്കൾക്കും മറ്റുള്ള ഉറ്റവർക്കും ഞാനൊരു പ്രശ്നമായിരുന്നു എന്നെനിക്ക് ഊഹിക്കാൻ കഴിയും. ആദ്യ ഭാഗം പൂർണ്ണമാകുന്നു. ഗുരു ഓം തത്സത്.